ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയോ പൊറോട്ടയോ എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മുട്ടക്കറി. ടേസ്റ്റിൽ ഏകദേശം നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ പോലെ ഇരിക്കും, പക്ഷേ പ്രിപ്പറേഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 സവോളയാണ്. ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അരിഞ്ഞു വന്നപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പിനും 3 കപ്പിനും ഇടയ്ക്ക് സവോളയുണ്ട്. അടുത്തതായിട്ട് വേണ്ടുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അരിഞ്ഞത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ടാവും. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക് ഇതുപോലെ കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് വേണ്ടുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി വരെ ഉപയോഗിക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടുന്നത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മുട്ട. അപ്പം ഞാനിവിടെ 5 മുട്ടയാണ് പുഴുങ്ങി ഇങ്ങനൊന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവോളയിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വഴറ്റി എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് ചേർക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെല്ലാം കൂടെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് മൂപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം തന്നെ ആ ചൂട് കൊണ്ടത് അങ്ങ് മൂത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. എന്നാലും ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ കറിക്കൊരു മീഡിയം എരിവായിരിക്കും ഉള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമുളകിനും നല്ല എരിവുള്ളതാണ്. അപ്പം എനിക്ക് ഈ 1 ടീസ്പൂൺ മുളക് പൊടി എന്ന് പറയുന്നത് ആവശ്യത്തിനുണ്ടാവും. അത് ഞാൻ പകുതി കാശ്മീരിയും പകുതി എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നല്ലപോലെ എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ 1 ടീസ്പൂൺ മുളക് പൊടിക്ക് പകരമായിട്ട് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പൊടികളൊക്കെ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നതും. ഈ തക്കാളി നന്നായിട്ട് വഴന്ന് ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഗുണം ഇതാണ്, പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ തക്കാളി ഒന്ന് വേഗം ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഒന്ന് പുരണ്ടിരിക്കത്തക്ക ഗ്രേവി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരമായിട്ട് കട്ടി തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ മല്ലിയില ചേർക്കുമ്പം ആ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ കറിക്ക് കിട്ടും. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം.
മുട്ട ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുട്ട വരഞ്ഞ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇത്തിരി മസാലയൊക്കെ അതിൻ്റെ ഇടയിലൊന്ന് കയറും. പിന്നെ മുട്ട ആയതുകൊണ്ട് തന്നെ ഒരുപാട് മസാലയൊന്നും മുട്ടയിലേക്ക് പിടിക്കില്ല. ഇനി നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് ചെറുതീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഗ്രേവിയിൽ ഉള്ള എക്സ്ട്രാ വെള്ളമൊക്കെ മാറി ഒരു പിരളൻ പരുവത്തിലേക്ക് വരും. ഇപ്പം ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ സവോള വഴറ്റിയപ്പം ചേർത്ത ഉപ്പേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഉപ്പ് കൂടുതൽ വേണ്ടി വരും. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഗരം മസാലയുടെ അളവൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. ഞാൻ ഈ ഗരം മസാലയിലേക്ക് ചേർത്തിരിക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുമ്പം ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും. അതായത് ഒരു അല്പം പുളിയും മധുരവും എല്ലാം ഈ കറിക്ക് വരും. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വിതറിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ചൂട് അപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ ഇടിയപ്പത്തിൻ്റെയോ ചോറിൻ്റെയോ കൂടെ വരെ നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. പെറോട്ടയുടെ ഒക്കെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പ് ഞാൻ 3 മുട്ടക്കറികളുടെ റെസിപ്പി വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പികൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.